നമസ്കാരം. ക്ഷേത്രാചാര സംബന്ധപരമായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദേവപ്രശ്നാദി ചിന്തനങ്ങൾക്ക് വളരെയധികം പ്രസക്തി കൊടുക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അനുചിതമാണോ ഉചിതമാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇന്ന് ഈ പറഞ്ഞേക്കുന്ന ദേവപ്രശ്ന വിഷയം അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ചില ക്ഷേത്രങ്ങൾ ഉൽപ്പത്തിപ്പെട്ട് അവയ്ക്ക് മൂല്യ ശോഷണങ്ങൾ സംഭവിച്ച് ചിലപ്പോൾ അവ ഐശ്വര്യഹീനമായി അനുഗ്രഹ കല നശിക്കപ്പെട്ട് ഐശ്വര്യകല നഷ്ടപ്പെട്ടിരിക്കുന്ന ചില ദേവാലയങ്ങൾ. അവിടെ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഏതെങ്കിലും ദേവതാ വിഷയങ്ങളുണ്ടോ? നേരത്തെ എന്തായിരുന്നു ഉള്ളത്? അത് എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്? ഇനി അത് തുടർന്ന് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള നവീകരണങ്ങൾ, പ്രവർത്തനങ്ങൾ, പൂജകൾ ഇവയൊക്കെ സാധ്യമാക്കണം. എന്തെങ്കിലും ദുർദേവതാ സംബന്ധപരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ? ആ ദുർദേവതകളെ ആ നിലയ്ക്ക് ആരാധിക്കുമ്പോൾ അവ നമുക്ക് ശക്തമായ പിന്തുണ നൽകുമോ? ജീവിതത്തിന്, മാനുഷിക ജീവിതത്തിന്, ജീവജാലങ്ങളുടെ വ്യവസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമ്മൾ വരും. അപ്പം അത് ആ കുലത്തിൻ്റെ, ആ ക്ഷേത്രപ്രതിഷ്ഠ ചെയ്ത തന്ത്രിക്ക് അല്ലെങ്കിൽ അവരുടെ കുലത്തിന് മാത്രമേ അതിനെക്കുറിച്ചുള്ള ശരിയായ വിജ്ഞാനം കാണത്തുള്ളൂ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, തന്ത്രി എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അവസാന വാക്കാണോ എന്നൊക്കെ. അങ്ങനല്ല. ആ ദേവനെ ഏത് തരത്തിലുള്ള ധ്യാനം, ആ ദേവൻ ഓരോ ധ്യാനമുണ്ട്. ആ ദേവൻ്റെ ധ്യാനം എന്ന് പറയുന്നത് ആ ദേവൻ്റെ കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏത് തരത്തിലുള്ള ആവശ്യത്തിനാണ് ആ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? രോഗശമനത്തിന് വേണ്ടിയിട്ട് നമ്മളെ ധന്വന്തരി മൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നു. വിജ്ഞാനത്തിന് വേണ്ടി സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യത്തിന് വേണ്ടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നു. ആ ദേവിയെ തന്നെ അതിൻ്റെ മറ്റൊരു പകർപ്പായിട്ട് ദുർഗയായിട്ട് ശത്രുശമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദുരിതം ഇല്ലാതാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റി എല്ലാ കർമ്മങ്ങൾക്കും പിന്തുണ നൽകുവാൻ സർവ്വദേവതകളുടെയും ഭാവത്തെ ഉൾക്കൊള്ളുന്ന ഗണപതിയെ പ്രാർത്ഥിക്കുന്നു. ഗണപതി പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഒരു ദേവതയാണ് എന്നുള്ള സങ്കല്പമല്ല. എത്ര ദേവതകളുണ്ടോ ആ ദേവതകളുടെ എല്ലാത്തിൻ്റെയും ഒരു സംക്ഷിപ്തമായ ദേവനാണ് ഗണപതി. അതുപോലെ തന്നെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് തന്ത്രിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്? ദേവപ്രശ്നാദി വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടത് ആചാര്യ വചനം ഗ്രാഹ്യ